ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. എന്ന് വെച്ചാൽ നാളെ ഏകാദശിയാണല്ലോ. അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ കൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷവും ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇത് ചെറിയൊരു ഇതാണല്ലേ, പക്ഷെ എനിക്ക് ആ ചെറിയൊരു ഫോട്ടോയിലും ഇത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. അത് വലുതൊന്നും അല്ല കേട്ടോ, കുഞ്ഞു 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 വിഗ്രഹങ്ങൾ. അത് എന്ന് വെച്ചാൽ ഞാൻ അമ്പലപ്പുഴയിലും ഗുരുവായൂരൊക്കെ പോയ സമയത്തും അല്ലാതെ എപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നു അപ്പോഴൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ വിഗ്രഹങ്ങളുണ്ട്. ഒരു ഏറ്റവും വലുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇടത്തരം മീഡിയം ലെവലിലൊരു വിഗ്രഹമാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിലും ഇരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഇടത്തരം വിഗ്രഹമാണ്. ഇഷ്ടംപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളതാണ് ഇതും. പിന്നെ വേറെ ഇടത്തരം ഒരു കൃഷ്ണനാണുള്ളത്. എനിക്ക് എന്നുവെച്ചാൽ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കൃഷ്ണനെ കാണുമ്പോഴും കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോഴും കൃഷ്ണൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള സമയത്തൊക്കെ എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ് കൃഷ്ണനോടുള്ളത്. അത് കൃഷ്ണനെ ഇപ്പോൾ ഞാൻ വലിയ കൃഷ്ണനായിട്ടെന്ന് വെച്ചാൽ വലിയതായിട്ടല്ലേ ഗുരുവായൂരപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും എനിക്ക് അമ്പാടി കണ്ണനായിട്ട് ഉള്ള ഒരു രൂപമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാനതിനെ ലാളിക്കാനും സ്നേഹിക്കാനും നമ്മൾ എടുത്തു വെച്ച് കൊഞ്ചിക്കാനൊക്കെ തോന്നുന്ന ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണനോട്. ആരാധിക എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആരാധിക എന്ന് പറയുമ്പോൾ കൃഷ്ണനോടൊരു ആരാധികയൊക്കെ എന്തോ ഒരു ആരാധന വരുന്നുണ്ട്. ഒരു ആരാധനയല്ല എനിക്ക് കൃഷ്ണനോടുള്ളത്. എനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹവും ലാളനയും കളിക്കാനും ചിരിക്കാനും ഒക്കെ കൂടെ ഉള്ളത്. എൻ്റെ ഒരു കുഞ്ഞില്ല, നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത്, കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു വാത്സല്യം സ്നേഹമൊക്കെ എനിക്ക് ആ ഒരു ഇതാണ് കൃഷ്ണനെ ഞാൻ കണ്ടിട്ടുള്ളൂ. കൃഷ്ണനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷം അത് കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ. ഗുരുവായൂർ എനിക്ക് പോകാൻ 2 തവണ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ ഇത്രയും വയസ്സിനിടയ്ക്ക്, ഇത്രയും പ്രായത്തിനിടയ്ക്ക്. ആ 2 തവണയും ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതെനിക്ക് ഏറ്റവും മനസ്സിന് ഏറ്റവും ഉള്ള ഒരു വിലയേറിയൊരു സമയം തന്നെ, അത് ഓർമ്മയൊക്കെ തന്നെ. പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കൃഷ്ണനും കൂടി എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അന്ന് ഞാനവിടെ പോവും. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഓരോരോ കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യണം എന്ന ആഗ്രഹം നമുക്ക് വരും, പോകണം, നമുക്ക് തൊഴണം ഒക്കെ. പക്ഷേ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ എനിക്ക്